ഹായ്, ഞാൻ വാതിലിൽ വന്നു മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ടാർ വാതിൽ തുറക്കും. അതെ, കർത്താവ് നമ്മുടെ ഹൃദയവാതിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു, എൻ്റെ സൗണ്ട് കേട്ട ആര് വാതിൽ തുറക്കും? ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയവാതിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി അത് ചോദിച്ചാൽ, കർത്താവിന് നമ്മുടെ കർത്താവിന് വസിക്കുവാൻ ഈ ഭൂമിയിൽ ഭവനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇല്ല എന്നൊന്നും പറയാണ്. നമ്മുടെ കൊച്ചു ഹൃദയമാണ് കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവിന് വസിക്കുവാൻ വേണ്ടി. അപ്പോൾ ഓരോരുത്തരെയും ഹൃദയവാതിൽ വന്ന് കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകനെയും തുറക്കുമോ മകളെയും തുറക്കുമോ എന്നിങ്ങനെ അത് വേറൊരു സോങ്ങിൽ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനേക സൗധങ്ങൾ മണിമാളകൾ ഒക്കെ പണിതിട്ടിട്ടുണ്ടെങ്കിലും കർത്താവിന് ആരെങ്കിലും ഈ ഭൂമിയിൽ വീട് പണിതിട്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെ 2-3 നില പണിതിട്ട് ഒരു നില കർത്താവ് വന്ന് വസിക്കണം പറഞ്ഞാൽ ആരെങ്കിലും അത് എംപ്റ്റി ആക്കി ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ കർത്താവിന് ആവശ്യം അതൊന്നുമല്ല. നമ്മുടെ കൊച്ചു ഹൃദയം മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വന്ന് വസിക്കുവാൻ വേണ്ടി. ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 7:37-38 വേഴ്സസ് സേസ്. എന്താണ് പറയുന്നത് ചോദിച്ചാൽ, ദാഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ. ഉത്സവത്തിന് കൊടുക്കുന്ന നാളിൽ കർത്താവ് നിന്നിട്ട് അവരോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ആകയാൽ ദാഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവിതത്തിന് നദികൾ ഒഴുകും എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബൈബിളൊന്നും അങ്ങനെ നോക്കിയില്ല. എനിക്ക് പനിയൊക്കെ ആയിട്ട് ഇച്ചിരി വിഷമത്തിലൊക്കെയാണ് ഈ ആഴ്ചയിൽ. അങ്ങനെ അപ്പോൾ ഈ വചനങ്ങളൊക്കെ പുറത്തിണക്കിയ ഒരു സോങ്ങാണ് ഇത്. എനിക്ക് തോന്നി ഒരു കുറച്ച് 15 വർഷമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഈ ആഴ്ച പനിയായിരുന്നത് കൊണ്ട് കർത്താവ് ഇന്ന് കഴിഞ്ഞ രാത്രി 12:55 ആയപ്പോഴേ, ഇന്നലെ സന്ധ്യയ്ക്ക് 7 മണിയായപ്പോഴേ, ഇന്നലെ ഉച്ചയ്ക്ക്, ഇന്നലെ രാവിലെ 6 മണിക്ക്, പിന്നെ ഞാൻ വൈകിട്ട് എല്ലാം കർത്താവ് ഇങ്ങനെ പാട്ട് തരിക. എനിക്ക് പനിയായിരുന്നുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ പാട്ട് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വെച്ചു. അടുത്ത ആഴ്ച എൻ്റെ ശ്രോതാക്കളുടെ പുതിയ സോങ്ങുകൾ ഞാൻ പാടിത്തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ ഇന്ന് രാവിലെ ഡയറി തുറന്ന് നോക്കിയിട്ട് 2-3 പാട്ട് ഇത് സെലക്ട് ചെയ്തു. അതിൽ വന്ന പാട്ടാണ്. അപ്പോൾ പഴയതിനും ഒരു ശവമോഷം കൊടുക്കണം. ഇങ്ങനെ ശവമോഷം കാത്തിങ്ങനെ ഡയറിക്കകത്തിരിക്കുകയല്ലേ, ഒരു വെളിച്ചം കാണാൻ വേണ്ടി കുറേ വർഷങ്ങളായി ഇരുളിലിങ്ങനെ വസിക്കുന്നു. എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കണമല്ലോ, അങ്ങനെ വേണമല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ധാരാളമായി ദൈവം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഗാനങ്ങൾ പാടിത്തരുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ ഷോർട്സും ചെയ്യണമെന്ന് യൂട്യൂബ് ആവശ്യപ്രകാരം ഷോർട്സും ചെയ്തു തുടങ്ങി. എല്ലാവരും ദൈവസ്നേഹത്തിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ടാർ വാതിൽ തുറക്കും എന്നതാണ് നമുക്ക് ഈ ആഴ്ചയിലെ വീഡിയോയിൽ ആദ്യമായിട്ട് കേൾക്കാം. ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു. സോറി, പനിയുടെ അസ്വസ്ഥതയാണ്. ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ടാർ വാതിൽ തുറക്കും. അത്താഴം കഴിക്കുമെന്നരുളിയ നാഥാ, നീ വരണമേ എൻ്റെ മാനസമാമരുഭൂവിൽ വന്നു നിൻ കൂടാരം തീർത്തിടണമേ. ഞാൻ വാതിലിൽ വന്നു മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ടാർ വാതിൽ തുറക്കും. ഞാനവനോടും അവനെന്നോടും അത്താഴം കഴിക്കുമെന്നരുളിയ നാഥം, നീ വരണമേ എൻ്റെ മാനസമാമരുഭൂവിൽ വന്നു നിൻ കൂടാരം തീർത്തിടണമേ. നീ വരണമേ എൻ്റെ മാനസ
ജീവൻ്റെ കണിക പകരണേ. ദാഹിക്കും ദേവനും എൻ്റെ അടുക്കൽ വന്നു കുടിപ്പീൻ എന്നരുളിയ ജീവനാഥനേ. ദാഹിക്കും ദേവനും എൻ്റെ അടുക്കൽ വന്നു കുടിപ്പീൻ എന്നരുളിയ ജീവനാഥനേ. ഈ മരവിൽ ഞങ്ങൾ വാടി വീഴാതിരിപ്പാൻ ജീവജലം നൽകിടേണമേ. എൻ ചേതനയിൽ നിൻ ജീവൻ്റെ കണിക പകരണേ. ഞാൻ വാതിലിൽ വന്നു മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ടാർ വാതിൽ തുറക്കും. ഞാനവനോടും അവനെന്നോടും അത്താഴം കഴിക്കുമെന്നരുളിയ നാഥാ. നീ വരണമേ എൻ്റെ മാനസമാമരുഭൂമി വന്നു നിൻ കൂടാരം തീർത്തിടണമേ. നീ വരണമേ എൻ്റെ മാനസമാമരുഭൂമി വന്നു നിൻ കൂടാരം തീർത്തിടണമേ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും എന്നരുളിയ ജീവനാഥനേ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും എന്നരുളിയ ജീവനാഥനേ. നിന്നാത്മാവിൻ പൂമഴയാൽ എന്നെ നീ ധന്യയാക്കൂ. മനസ്സിലെ തിന്മയാലിഞ്ഞു മാറുവാൻ നീയാം നിറദീപനാളം തെളിയണം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും എന്നരുളിയ ജീവനാഥനേ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകും എന്നരുളിയ ജീവനാഥനേ. നിന്നാത്മാവിൻ പൂമഴയാൽ എന്നെ നീ ധന്യയാക്കൂ. മനസ്സിലെ തിന്മയാലിഞ്ഞു മാറുവാൻ നീയാം നിറദീപനാളം തെളിയണം. ഞാൻ വാതിലിൽ വന്നു മുട്ടുന്നു, എൻ്റെ സ്വരം കേട്ടാർ വാതിൽ തുറക്കും. ഞാനവനോടും അവനെന്നോടും അത്താഴം കഴിക്കുമെന്നരുളിയ നാഥാ. നീ വരണമേ എൻ്റെ മാനസമാമരുഭൂമി വന്നു നിൻ കൂടാരം തീർത്തിടണമേ. നീ വരണമേ എൻ്റെ മാനസമാമരുഭൂമി വന്നു